मुखञ्च जनस्तपस्तु भालं शिरस्तव समस्तमयस्य सत्यम् एवं जगन्मयतनो जगदाश्रितैरप्यन्यनिबद्धवपुषे भगवन्नमस्ते ग्रीवामहस्तव मुखञ्च जनस्तपस्तु भालं शिरस्तव समस्तमयस्य सत्यम् एवं जगन्मयतनु जगदाश्रितैरप्यन्यनिबद्धवपुषे भगवन्नमस्ते ग्रीवा महस्तव मुखञ्च जनस्तपश्च फालं शिरः तव समस्तमयस्य सत्यम् एवं जगन्मयतनो जगदाश्रितैरप्यन्नीः निबद्धवपुषे भगवन् नमस्ते. മാർവിടം, കഴുത്ത്, മുഖം, നെറ്റിത്തടം, ശിരസ് ഈ ക്രമത്തിലാണ് വർണ്ണിക്കുന്നത്. ഗ്രീവാമഹസ്തവ മാർവിടത്തിന് ശേഷം കഴുത്ത് മഹർലോകം എന്നതാണ്. മുഖഞ്ച ജന തപശ്ച ജനോലോകം തപോലോകം എന്ന് പറയും. അതാണ് ഭഗവാന്റെ മുഖത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് കൽപ്പിച്ച് താഴെ ഭാഗവും മുകൾ ഭാഗവും. ഫാലം ശിര നെറ്റിത്തടമാണത്രേ ഭഗവാന്റെ സമസ്തമയസ്യ സത്യം. നെറ്റിത്തടം കഴിഞ്ഞ് മേലോട്ടുള്ള ലോകം സത്യലോകം. അപ്പോൾ ആദ്യം ജനോലോകം, പിന്നെ തപോലോകം, അപ്പോഴേക്കും നെറ്റിത്തടമായി, പിന്നെ ശിരോഭാഗം ആകുമ്പോഴേക്കും സത്യലോകം. അപ്പോൾ ശിരസ് സത്യലോകമായും പാതാളം പാദം ആയും സങ്കല്പിച്ചാൽ സത്യലോകം മുതൽ പാതാളം വരെ ആദ്യം പറഞ്ഞു ഭൂർഭുവസ്വർമഹർ ജനസ്തപസത്യം എന്ന് വേഗം പറയും. ഗായത്രി ജപിക്കുമ്പോൾ വളരെ പ്രസിദ്ധമായതാണ് ആ മന്ത്രത്തിൻ്റെ ആദ്യഭാഗം ഓം ഭൂർഭുവ സ്വ. ആ ഭൂർഭുവ സ്വ എന്ന് പറയുമ്പോഴേക്കും എല്ലാ ലോകങ്ങളും, 3 ലോകങ്ങളുടെ പേരേ പറയുന്നുള്ളൂ എങ്കിലും ആ ത്രിലോകങ്ങളാണ് 14 ലോകങ്ങളായിട്ട് സങ്കല്പിക്കപ്പെടുന്നത്. ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. താഴേക്കുള്ള ലോകങ്ങൾ, നടുവിലുള്ള ലോകങ്ങൾ, മേലോട്ടുള്ള ലോകങ്ങൾ, ഇതാണ് 3 ലോകങ്ങളായിട്ട് പറയണത്. അതിന് മേലോട്ട് 6 ലോകം, നടുക്കുള്ള ഭൂലോകം, അപ്പോൾ 6 1 7. പിന്നെ ഭൂമിക്ക് താഴേക്കുള്ള 7 ലോകങ്ങൾ. ഇങ്ങനെ നല്ലൊരു ചിത്രം ചിത്രകാരന്മാർ ചിത്രം വരയ്ക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അവരുടെ ആ പേജ് ഇത്ര 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 ചതുരം ചതുരമായിട്ടുള്ള കള്ളികളാക്കി വരച്ച് അതിൽ ഓരോ ഭാഗത്ത് ഓരോരോ അവയവങ്ങൾ പൂരിപ്പിക്കുക എന്ന്. എത്ര മനോഹരമായിട്ടാണ് ആർട്ടിസ്റ്റുകൾ കുട്ടികളെ അത് പഠിപ്പിക്കുന്നത്. കുട്ടികൾ എത്ര വേഗം അത് പകർന്നെടുക്കുന്നത്. ഇതുപോലെ പ്രപഞ്ചസ്വരൂപിയായ ഭഗവാന്റെ അതിമനോഹരമായ ഒരു വാങ്മയ ചിത്രം ഇതാ ഭട്ടതിരിപ്പാട് നമുക്ക് കാട്ടിത്തരണു. വേദത്തിൽ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് വർണ്ണിക്കുന്നുണ്ട്. അതേ വർണ്ണന ഭഗവാൻ വിശ്വകന്ധമായിട്ട് പറയുമ്പോൾ, ലോകത്തിൻ്റെ ജഗത് ആധാരഭൂതനായിട്ട് പറയുമ്പോൾ 1000 കണ്ണുകളും 1000 കൈകളും 1000 മുഖങ്ങളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്ക് എന്താ ഇങ്ങനൊരു വികൃത രൂപോ ഈശ്വരൻ എന്ന് തോന്നാം. അതിനാണ് 1000 എന്നുള്ളത് എണ്ണത്തിന് വേണ്ടി പറഞ്ഞതല്ല, എത്രയാണ് എണ്ണമെന്ന് കൃത്യം പറയാനാവാത്തത്ര എന്നുള്ളതാണ്. അപ്പം എന്തായി? സഹസ്രശീർഷ എന്ന് പറഞ്ഞാൽ ലോകത്ത് കാണുന്ന ശിരസ്സുകളൊക്കെ ഭഗവാന്റെ ശിരസ്സുകളാണ്. ലോകത്ത് കാണുന്ന കണ്ണുകളെല്ലാം ഭഗവാന്റെ കണ്ണുകളാണ്. ലോകത്ത് കാണുന്ന പാദങ്ങളെല്ലാം ഭഗവാന്റെ പാദങ്ങളാണ്. ലോകത്ത് കാണുന്ന കൈകളെല്ലാം ഭഗവാന്റെ കൈകളാണ്. ഈ ഒരു മഹത്തായ സങ്കല്പം, അണോരണീയാനായ ഈശ്വര ചൈതന്യം തന്നെയാണ് മഹതോ മഹീയാനായിട്ട് നിൽക്കുന്നത് എന്ന ആ മഹത് സങ്കല്പം ഭാരതീയ ആദർശങ്ങളുടെ അത്യുന്നത കോടിയിലെ ഒരു സങ്കല്പമാണ്. ഈ മനോഹര സങ്കല്പം പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ മറ്റൊരു സ്ഥലങ്ങളിലും കാണുന്നില്ല.
അതുകൊണ്ടാണ് ഇന്നും ഭാരതീയ ആദർശത്തിൻ്റെ കൊടുമുടി ഉയർന്നു നിൽക്കണു എന്ന് പറയണത്. പതേ അന്യർനിബദ്ധ വപുഷേ, മറ്റൊരാൾക്കും കാണാനാവാത്ത രീതിയിൽ ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രപഞ്ചത്തിൽ നിവർന്നു നിൽക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് ഈ ഭാഗത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി കാണിച്ചു തരുന്നു.